ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. 2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്നേക്ക് ഒരു മാസവും 2 ദിവസവുമായി. ഏപ്രിൽ 9 തീയതിയാണ് ഇലക്ഷൻ കഴിഞ്ഞത്. മെയ് 4 വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ മുന്നിൽ 3 പേരുകളുണ്ട്. ആ പേരിൽ ആരിനെ തെരഞ്ഞെടുക്കുമെന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫൈനലായിട്ട് അറിയാം. കൂടുതൽ ചാൻസ് VD സതീശനാണെങ്കിലും വേണുഗോപാലിന്റെ പേരും ഒപ്പത്തിനൊപ്പം ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ നമുക്ക് ഈ ടെൻഷനൊക്കെ പിടിച്ചു കുത്തിരിക്കുന്നതിനിടയിൽ എല്ലാവരും ടെൻഷനിലാണ്, ആകാംക്ഷയാണ്. എന്താവും, ആരാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ടെൻഷന്റെ ഇടയിൽ ഒരു സമാധാനം കിട്ടുന്ന വാർത്ത ഒരു ടീച്ചർ വന്ന് പ്രസ്താവിച്ചു പോയിട്ടുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടീച്ചറാണ്, നമ്മളെ വിശകല ടീച്ചർ. ടീച്ചറുടെ അഭിപ്രായം, കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ അവർക്ക് ഇന്ത്യയിലെ പാസ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും അവരതിന് അർഹരല്ല, അവർ ഇപ്പോഴും പാകിസ്ഥാനെ ചാരി നിൽക്കുന്നവർ എന്ന ഒരു അഭിപ്രായമാണ് ടീച്ചർക്കുള്ളത്. എനിക്ക് ടീച്ചറോടും ടീച്ചറുടെ അനുയായികളായ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ സംഘികൾ എന്ന് പറയുന്ന ഓമനപ്പേര് പറയുന്ന സംഘികളോട് പറയാനുള്ളത്, ടീച്ചറുടെ ഭർത്താവ് മരിച്ച് 2 കൊല്ലം കഴിഞ്ഞു. ടീച്ചർക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴപ്പാണ്. ആ ഭർത്താവിന്റെ അഭാവത്തിലാണ് ടീച്ചർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സംഘികളോ അല്ലെങ്കിൽ RSSരോ BJPക്കാരോ ചെറുപ്പക്കാരായ ചെക്കന്മാരുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ കഴപ്പൊന്ന് മാറ്റിക്കൊടുക്കുക. അതാണ് തൽക്കാലം ടീച്ചർക്ക് കിട്ടുന്ന സമാധാനം. അതാണ് കാരണം 2 കൊല്ലമായിട്ട് ഭർത്താവിന്റെ അഭാവത്തിൽ ടീച്ചർ ജീവിച്ചിരിക്കുകയാണ്. സംഗതി 10-65 വയസ്സാണെങ്കിലും ടീച്ചറുടെ കഴപ്പ് ഇപ്പോഴും മാറിയില്ല. കുഞ്ഞിലേക്ക് പോകാനായിക്കണം, എന്നാലും കഴപ്പ് ടീച്ചർ ഒട്ടും പിന്നിലേക്ക് പോയില്ല, നല്ല കഴപ്പില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ സംഘികളോട് എനിക്ക് പറയാനുള്ളത്, 20-ന്റെ 40-ന്റെ അടക്കം നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ ടീച്ചറുടെ കഴപ്പൊന്ന് മാറ്റി കൊടുക്കുക. എന്നാൽ തൽക്കാലത്തിന് സമാധാനം കിട്ടും. പിന്നെ സമാധാനം ആയില്ലെങ്കിൽ ആ കുതിരവത്തിന് ചെറിയൊരു ഷോക്ക് കൊടുക്കുക. അപ്പൊ തൽക്കാലം സമാധാനം കിട്ടുന്ന വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി അതിനും സമാധാനം കിട്ടിയില്ലെങ്കിൽ ഇവിടെ സമാധാനം കിട്ടാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സുഡാപ്പികൾ പോലത്തെ വർഗീയവാദികളായ ചില ടീമുകളൊക്കെ ഉണ്ട്. ആ ജോസഫ് മാഷി മറ്റവരൊക്കെ കൈവെട്ടിയ ആൾക്കാരുണ്ടല്ലോ, സുഡാപ്പികൾ അല്ലെങ്കിൽ SDPI എന്നൊക്കെ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ പാർട്ടികള്, അവര് വർഗീയവാദികളാ. അവർക്ക് ഇസ്ലാമും ഇല്ല, ദീനും ഇല്ല, മതവും ഇല്ല പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാ. അവരെങ്ങനെയും ഒരാളെ കൊന്ന് സ്വർഗത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് അവരെ കൈകൊണ്ട് ടീച്ചർ അന്ത്യം ആകരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുദോഷം സുഡാപ്പേൾക്ക് വരാനൊരു അവസരം ടീച്ചർ ഒരുക്കി കൊടുക്കരുത്, സംഘികളും ഒരുക്കി കൊടുക്കരുത്. അതിന്റെ മുന്നേ ഈ ടീച്ചറുടെ കഴപ്പ് ഒന്ന് മാറ്റി കൊടുക്കുക. തൽക്കാലം സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഈ സുഡാപ്പേൾ ടീച്ചറെ കൈകാര്യം ചെയ്യും. കാരണം അവർ ഭ്രാന്തന്മാരാണ്. ജോസഫ് മാഷിയും അങ്ങനത്തെ ആൾക്കാരൊക്കെ കൈവെട്ടിയ പാരമ്പര്യമുള്ള കൂട്ടർ. അവര് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇതല്ല, അവര് തീവ്രവാദികളാണ്. അവർക്ക് ഇസ്ലാമായിട്ട് ഒരു ബന്ധവുമില്ല, അവർ ദീൻ പഠിച്ചിട്ടുമില്ല. കാരണം ഈ ഖുർആൻ, ഞങ്ങളുടെ ഈ ഗ്രന്ഥമായ ഈ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, മൻ ഖത്തല നഫ്സൻ ഔ ഫസാദൻ ഫിൽ അർളി ഖത്തലൻ നാസ ജമീഅന. ഭൂമിയിൽ ആരെങ്കിലും ഒരു വ്യക്തി അന്യായമായി കൊന്നുകഴിഞ്ഞാൽ അവൻ ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ കൊന്ന പോലെയാണെന്ന ഖുർആന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് മുസ്ലിങ്ങളാരും അങ്ങനെ ചെയ്യില്ല, ഈ ഖുർആൻ പഠിച്ചവരാരും ചെയ്യില്ല. ഇവർ ഖുർആൻ പഠിച്ചിട്ടൊന്നല്ല ഈ സുഡാപ്പികൾ നടക്കുന്നത്. അവർ സ്വർഗത്തിൽ പോയിട്ട് എങ്ങനെയും കൂറികളെ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അവര് മതഭ്രാന്തന്മാരാണ്. അത് ടീച്ചറോട് ഞാൻ ഓർമ്മിപ്പിക്കണേ, ആ മതഭ്രാന്തന്മാരുടെ കൈകൊണ്ട് ടീച്ചർ അന്ത്യമാകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചില പ്രസ്താവന നടത്തുക. സംഭവിച്ചതിന് ശേഷം അയ്യോ ബാവയെന്ന് പറഞ്ഞു കാര്യമില്ല. അവര് വർഗീയവാദികളാണ് SDPക്കാര്. മുസ്ലിം സമുദായം അവരെ തള്ളിക്കളഞ്ഞതാ. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, മൻ ഖത്തല നഫ്സൻ ഔ ഫസാദൻ ഫിൽ അർളി ഖത്തലൻ നാസ ജമീഅ. സൂറത്തുൽ ബഖറ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ
47-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഭൂമിയിൽ ഒരാളെ അന്യായമായി കൊന്നാൽ, കാരണത്താൽ കൊന്ന കുഴപ്പമില്ല, അന്യായമായി കൊന്നാൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെ കൊന്ന പോലെയാണ്. അതുകൊണ്ട് ടീച്ചറെ ശ്രദ്ധിച്ച് പ്രസ്താവന ഇറക്കുക. പിന്നെ നിങ്ങൾ പറയും ഖുർആനിലുണ്ടല്ലോ കാഫിരീങ്ങളെ കൊല്ലാന് പിടിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചില യുദ്ധസമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് ആസ്പദമായി ഇറങ്ങിയ വചനങ്ങളാണ്. അവിടെ കൊല്ലാൻ തന്നെ പറയുന്നത് കാഫിരീങ്ങളെ അല്ലെങ്കിൽ അവിശ്വാസികളെ കണ്ടോടുത്ത് വെട്ടിക്കൊല്ല. അതും ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുക. അത് യുദ്ധത്തിന്റെ നിയമമാണ് ടീച്ചറെ, അത് സാധാരണ ആൾക്കാർക്കുള്ള നിയമമല്ല. യുദ്ധത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ ആരുടെ കൈയും കെട്ടി നോട്ടിക്കില്ല, അവനെ കണ്ടോടുത്ത് വെച്ച് കൊല്ലും ചെയ്യും. അത് ഇനി കാഫിറാണെങ്കിലും മുനാഫിക്കാണെങ്കിലും ഒക്കെ ഒരേ നിയമമാണ്. അത് യുദ്ധത്തിന്റെ നിയമമാണ്. അത് ഇസ്ലാമിന്റെ നിയമം പൊതുവായ നിയമമല്ല. യുദ്ധത്തിൽ ഒരാളും കൈ കെട്ടി നോക്കിക്കില്ല. അവിടെ കാഫിരീങ്ങളല്ല, ഏത് മുനാഫിക്കാണെങ്കിലും ഏത് ഇസ്ലാമിന്റെ ശത്രു ആണെങ്കിലും അവിടെ അവന്റെ തല വെട്ട് അല്ലെങ്കിൽ ഒരൊറ്റ വെട്ടിന് അവനെ കൊല്ലുക തന്നെ ചെയ്യും. അത് ഇസ്ലാമിന്റെ നിയമം യുദ്ധത്തിൽ വന്ന നിയമമാണ്, പൊതുവായ നിയമമല്ല എന്ന് കൂടി ടീച്ചർ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊല്ലാനും തള്ളാനും പഠിക്കും.